ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ലില്ലി ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അതിലാദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റെമ്മാണ്. അളവ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് സ്റ്റിക്കോ പെൻസിലോ ഉപയോഗിച്ചിട്ട് ഇത് അതേപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് സ്റ്റിക്ക് മാറ്റി അതിൻ്റെ എൻഡ് പോർഷൻ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി സ്റ്റെമ്മിൻ്റെ രണ്ട് സൈഡിലെയും ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഫ്ലവറിൻ്റെ ഉള്ളിലുള്ള യെല്ലോ പോർഷൻ ചെയ്തെടുക്കുന്നതിനായിട്ട് യെല്ലോ കളറിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഗമ്മാക്കി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റെം അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ചുരുട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എൻഡ് പോർഷനും ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ പേപ്പർ എടുക്കുക. അതിൻ്റെയും അളവ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് അതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം അതേപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. വരച്ചെടുത്തതിന് ശേഷം അത് അതേ ഷേപ്പിൽ തന്നെ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മുടെ സ്റ്റെമ്മിൻ്റെ യെല്ലോ പോർഷൻ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്ലവറിൻ്റെ രണ്ട് സൈഡും അതേപോലെ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഗ്രീൻ കളറിലുള്ളൊരു പേപ്പർ എടുത്ത് അത് നീളത്തിൽ അതേപോലെ ഈക്വൽ ഹാഫായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തതിന് ശേഷം സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗം ഉപയോഗിച്ച് സ്റ്റെമ്മിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അടുത്ത സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.